ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മളെ വീട്ടിലല്ല കേട്ടോ. നമ്മളിന്ന് പുറത്തുനിന്ന് ഈവനിങ് വാക്കിനിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ലനമോളേക്കായിട്ട് ചക്കരയും ഞാനും കൂടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. വൈകുന്നേരം ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലനമോളയും കൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മൾ ലനമോളായതിനു ശേഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ചക്കര ഡെലിവറിക്ക് മുന്നേ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ചക്കരനെയും കൊണ്ട് വൈകുന്നേരം നടക്കാനൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു. കാരണം ഡെലിവറി ടൈമിൽ നമുക്ക് ഇങ്ങനെ നടക്കണമല്ലോ അവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ അപ്പോഴാണ് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒന്നുകൂടി ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവിടെ ആയതിനു ശേഷം ഇവിടെ സ്ഥലമൊക്കെ ഒന്ന് കാണട്ടെ, ഉമ്മാൻ്റെ നാടൊക്കെ ഒന്ന് കാണട്ടെ, ഉമ്മാൻ്റെ സ്ഥലങ്ങളൊക്കെ കാണണ്ടേ. അതെന്താ, അയ്യോ പൂക്കി, അയ്യോ പൂക്കി, അല്ല പൂക്കി, പൂക്കി എവിടെ? അതങ്ങനെ കാട്ടണ്, ചെവിയിലിരിക്കുന്ന ഇടങ്ങാറാവുണ്ടോ? ഇല്ല ഇല്ല, വാ 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 വാ, പൂക്കി വായോ പൂക്കി. ആൾക്കാർ കണ്ടാ വിചാരിക്കും എന്താ അത് വട്ടത്തെയാണോ വയ്ക്കും. ചെമ്പരത്തി പൂവിന് പകരം എന്താ കോളാമ്പി പൂവൊക്കെ വെച്ചിട്ട്, ഇതിനെ കോളാമ്പി പൂ എന്നാണ് നമ്മളെ പറയണത്. അപ്പോൾ ഇതാണ് പൂക്കി സ്റ്റൈൽ കേട്ടോ. ഒരു വണ്ടി വരുന്നുണ്ട്, ഒന്ന് സൈഡാക്കി കൊടുക്കും ചക്കരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചു, ഒന്നിങ്ങനെ ഒരു റൗണ്ട് നടന്നിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിൽ പാട്ടാണ് കേട്ടോ കേൾക്കണത്. ആ ഒരു ഭാഗത്ത് നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം, നമ്മളിവിടെ പഴയ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നല്ല വലിയ പാടവും പിന്നെ ചെറിയൊരു പാലമൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ പുതിയ വന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടില്ലെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ അങ്ങനെ സൺ കിസ്സൊക്കെ ഏറ്റുകൊണ്ട് സൺ ബാത്തൊക്കെ കൊണ്ട് ഉമ്മായി മോളും അതാ വരികയാണ്. സൺഫ്ലവറൊക്കെ വെച്ചിട്ട് വരികയാണേ. ഈ വെയിലുണ്ടോ? കുഴപ്പമില്ല ചക്കരെ, വൈകുന്നേരത്തെ വെയിലല്ലേ, പ്രശ്നമില്ല. എവിടെ പോണത്? കുടുങ്ങി എങ്ങോട്ട് പോണ്? മമ്മന്റെ പള്ളിയിൽ കടക്കുമ്പോ തന്നെയായിരുന്നു പണി. വല്ലതും അറിഞ്ഞീന്നോ? അല്ല, എന്ത് രസമാണ് ഇരിക്കണത് എന്റെ കുരുത്തക്കെട്ട കുട്ടി. അപ്പോൾ ഇതാണ് കേട്ടോ വഴി, ഇതിൽ കൂടെ പോണത്. ഇവിടെ ഇപ്പോൾ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ചക്കരെ? അവരാണ് ആ വണ്ടിയിൽ പോയത്. അപ്പോൾ അവിടെ അതിൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അന്ന് അവിടം വരെ പോയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അവിടെ വരെ പോയിട്ടുണ്ടായിരുന്നു. വാ, ഹായ്, എങ്ങട്ടാ? നടക്കാറിങ്ങിയതാണേ. എന്ത്? ചുമരൊക്കെ ഫുള്ള് കണ്ടോ? നമ്മളന്ന് വന്നപ്പോൾ പണി നടക്കായിരുന്നു. ഒരു പഴയ തറവാട് വീടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഔട്ട് ഹൗസും സെറ്റപ്പൊക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നെല്ലറയായിരുന്നു അല്ലേ? നെല്ലറയായിരുന്നു എന്ന് പറയണേ. ഇപ്പോൾ അത് ഫുള്ള് സെറ്റപ്പൊക്കെ മാറി. അവിടെ നിന്നിട്ടൊരു വ്യൂ ഉണ്ട്, കാണാനുണ്ട്. ആ പാടവും ആ ഒരു വീടൊക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ ഗൈസ്. അപ്പോൾ നാട്ടിൻപുറ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് കാണാൻ കിട്ടും. നമ്മളെ നാട്ടിനെ അപേക്ഷിച്ച് ഒന്നുകൂടി പാടങ്ങളും നെൽവയലുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ ഒന്നും കൂടി കാഴ്ചകൾ കൂടും, നല്ല രസമുണ്ടാവും കാണാൻ. ഇവർക്കിതൊക്കെ പിന്നെ സ്ഥിരമാണ്, നമുക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. ടൗൺഷിപ്പിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ്. ഇന്ന് കലാശക്കൊട്ടാണ്, ഇലക്ഷൻ്റെ സൗണ്ട്. അതെ, ഒരു സൈഡിൽ അമ്പലത്തിൽ പാട്ട്, ഒരു സൈഡിലാണെങ്കിൽ ടൗണിൻ്റെ ആ ഭാഗത്തുനിന്ന് പിന്നെ മൈക്ക് സെറ്റിൻ്റെ ശബ്ദമാണ്. പാർട്ടീൻ്റെ ലാസ്റ്റ് ദിവസമല്ലേ നമ്മുടെ ഇലക്ഷൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ ശബ്ദം എന്നാണ്. അപ്പോൾ അതിൻ്റെ കേൾക്കാനാണ് അവിടെ. ഓക്കെ ഗൈസ്, ഓക്കെ കണ്ടോ, കുറേ ചിത്രപ്പണികൾ നടത്തിയിട്ടുണ്ട്. നോക്ക് എന്തൊക്കെയുള്ളത് നോക്കി നോക്കട്ടെ. കഥകളി, വിളക്ക്, വള്ളംകളി, ആന, കാളപൂട്ട്, പിന്നെ എന്താണ് തെയ്യം, മറ്റേ വെളിച്ചപ്പാട്, മാവേലി, അത്തപ്പൂക്കളം, പുലികളി, മോഹിനിയാട്ടം, പന്തുകളി, കുറേ സംഭവങ്ങളുണ്ട്. കുതിരെടുപ്പ്, കാളവേല, എല്ലാ സംഭവമുണ്ട്. വാ നമുക്ക് അങ്ങോട്ട് നിൽക്കാം, നല്ല കാറ്റ് കിട്ടും ഗൈസ്. ഇവിടെ മായി മോളും കൂടി ചക്കക്കുരു കുത്തണ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എങ്ങനെ ചക്കക്കുരു കുത്തണമെന്ന് കാണിക്ക്. ചക്കക്കുരു കുത്തിയിട്ട് 4 പുറ വേലി കെട്ടി ചക്കക്കുരു അതിനെ ചക്കക്കുരു കുത്തിയിട്ട് 4 പുറ വേലി കെട്ടി ഇതികൂടെ പോയി
നിങ്ങൾ മയിലിനെ കാണണം നിങ്ങൾക്ക് ഇവിടെ. പിന്നെ മയിലിന് ഒരു പഞ്ഞം ഉണ്ടാവില്ല. എത്രത്തോളം മയിലുണ്ടെന്ന് കാണിച്ചിട്ട് നോക്കിക്കോടി. 1, 2 അതൊക്കെ ആ നെല്ലുകളും ഇതൊക്കെ തിന്നണത് കള തിന്നണത് മയിലുകളാണേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 9, 10 ഉണ്ട്. മനുഷ്യന്മാരെല്ലാന്നല്ല, വേറെ കിളി പക്ഷികളൊന്നും അല്ലാന്ന് പറയണേ. അതിങ്ങനെ കൊത്തി തിന്നണോണ്ട് പിന്നെ നമുക്കങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ കണ്ടാൽ തോന്നില്ല. പിന്നെ അത് ഇങ്ങോട്ടൊക്കെ ഉണ്ട്, അതാ ഉണ്ടോ മയിലുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. ഞാൻ നിൽക്കണ എവിടെ അറിയാം നിങ്ങൾക്ക്? ഈ കനാലിൻ്റെ പാലത്തിലാണ്. കണ്ടോ 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 കണ്ടോ. ആഹാ, ഏതാ വൈബ്, അടിപൊളി സ്ഥലം കണ്ടോ. ഒരു സൈഡിൽ ഫുള്ള് പാടം, അതിൻ്റെ അപ്പുറത്ത് മല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാ പശു മെയിനുണ്ട്, അതിനടുത്തൊരു കൊക്കിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ മയിലുകളുണ്ട്. പിന്നെ ഇതേ സൈഡിലും പാടം, അവിടെ ഒരു അമ്പലം, ഇവിടെ ഒരു തറവാട് വീട്. അടിപൊളി അടിപൊളി അടിപൊളി. എങ്ങനെയുണ്ടെന്ന് പറയും, നിങ്ങൾ തന്നെ പറയും കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറയുന്നില്ല, അടിപൊളി അടിപൊളി. സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗയ്സ്, അങ്ങനെ നമ്മൾ വന്നത് ഈ പാലത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാൾ ആ ഒരു പൂവിനെ കാണിക്കണം നോക്കാം എന്താ ചെയ്യണത്. അതിനാകെ പിച്ചെടുത്തു. ഞാനതാ പട്ടിയുടെ കൊരയൊക്കെ കേട്ടിട്ട് കൊടുന്നതാണല്ലേ ചക്കരെ. അല്ല ഞാൻ വെറുതെ പറ്റിയത്. ശരി. തൊള്ളിലിടണേ ചൂടുണ്ടെങ്കിലും ചെറിയ കാറ്റുണ്ടെന്ന് മാത്രമേ ഒരു ആശ്വാസമായിട്ടുള്ളൂ. ഇവിടെ കുറെ തെങ്ങും തോട്ടവും അടയ്ക്കാത്തോട്ടവും ഒക്കെ ഉണ്ട്. ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടേ നല്ല കാറ്റ് കേട്ടോ. കാറ്റ് കയറുന്നുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. ഇവിടെ വരുമ്പോ നമ്മളെ പഴയ വീടിന്റെ ഒരു വൈബ് ഉണ്ടല്ലേ, എനക്കാനുണ്ട്. ഇത്രയും ഓപ്പൺ സ്പേസ് ഉള്ളതുകൊണ്ട്. അതായത് രണ്ട് സൈഡും അങ്ങനെ. അതേതാ ബേക്കിൽ കാണുന്ന മല? അത് മലയല്ല, അത് പിടിഎമ്മിന്റെ മറ്റേതാണ്. അതല്ലടി ആ കുന്ന് കാണുന്നത്. അതന്നെ പറഞ്ഞ പിടിഎം അനങ്ങമല അല്ല. അല്ല, അനങ്ങമല അതാ നേരെ മുന്നിൽ പോകുക. നേരെ ആ ഭാഗത്ത് നേരെ മുന്നിലാണ് അനങ്ങമല വരുന്നത്. ഇത് വേറെ ഏതോ മലയാണ്. ഇത് കൂനമല അല്ലേ? അത് എന്നാ ഈ കൂനമല എടുക്ക്. കൂനമല എന്നല്ല, അത് പിടിഎമ്മിന്റെ സ്കൂളിന്റെ അവിടുത്തെ കുന്നാണ്. കുന്നാണല്ലേ. ശരിക്കും ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണില്ലേ ഈ ഇംഗ്ലീഷുകാർ കേരളത്തിലോട്ട് വരുന്നത് ഇല്ലേ? നമുക്കിവിടെ അല്ല, ഇപ്പൊ പാലക്കാട് ആയിക്കോട്ടെ, വയനാട് ആയിക്കോട്ടെ, ഇടുക്കി ആയിക്കോട്ടെ, ഏത് ജില്ല ആയിക്കോട്ടെ, ഓരോ ജില്ലയ്ക്ക് അതിൻ്റെതായ പ്രത്യേകത ഉണ്ടല്ലേ. ഇത് കാണാനാണ് ഈ ഇംഗ്ലീഷുകാർ ഈ വെക്കേഷൻ സീസണിൽ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കണത്. പക്ഷെ നമുക്ക് എന്താണ്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ. ആരാ പോണത് അതിന് ഇംഗ്ലീഷ് നാട്ടിലൊക്കെ? അവരിങ്ങോട്ട് വന്നിട്ട് ഇതൊക്കെ കണ്ട് ഇതൊക്കെ 4, 5, 6 മാസം ഇവിടെ നിന്നൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ടല്ലേ അവര് പോണത്. അവരെങ്ങനെയാണെന്നറിയാം, അവർ 6 മാസം ജോലി, 6 മാസം വെക്കേഷന്. അതാണ് അവരുടെ ലൈഫ്. ആനകള് മറ്റേ എന്താണ് കുളത്തിൽ വെള്ളം കുടിക്കിറങ്ങണ നമ്മൾ കൗതുകത്തോടെ കണ്ടിരിക്കൂലേ, അതേപോലെയാണ് ഇതായത്. നോക്കി നോക്ക്, ഇത്രത്തോളം മയിലുകൾ ഒരുമിച്ച് നിന്ന് പുല്ല് എന്നാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുല്ലോ എന്തൊക്കെയോ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടോ? നോക്കണ നേരത്തേക്കാൾ ഒന്നും കൂടി കൂടിയെന്നാണ്. ഓക്കെ, അപ്പുറത്ത് കൂടെ ഒക്കെ ഉണ്ട്, കണ്ടോ? പുറത്തോട്ട് പോവാ. നിക്ക്, എന്നാ ഉളങ്ങ എടുക്കാം. ആരത്? അടുത്ത ഉറക്കം വരെയാണോ? ഏതാ കള്ളച്ചിരി കുഞ്ഞിപ്പെണ്ണിന്റെ, ഏതാ കള്ളച്ചിരി കുഞ്ഞിപ്പെണ്ണിന്റെ. എന്നാ അങ്ങോട്ടേക്ക് ഇറങ്ങാം ചക്കരെ. ഇപ്പൊ നല്ലപോലെ കാണാം, കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാം. ഭാഗ്യം ഉണ്ടെങ്കിൽ പീലി വിടർത്തുന്ന ആ ഒരു കാഴ്ച കാണാൻ കിട്ടുമെന്ന് അറിയില്ല. നോക്കി നോക്കാം. കണ്ടോ, നല്ല അടുത്തേക്ക് വന്നിട്ടുണ്ട്.
അതാ കണ്ടോ, രണ്ടാളുണ്ട് അവിടെ. നോക്കി നോക്കാം നമുക്ക്. ഇല്ല ഗെയ്സ്, നമ്മൾ എത്ര നേരം വെച്ചിട്ട് എങ്ങനെ നിൽക്കണത്. മറ്റേ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഉണ്ടോ, മറ്റേ ആൾക്കാർ അവിടെ തന്നെ ഉണ്ട്. ഇവർ രണ്ടാൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എത്തുകയാണെങ്കിൽ അത് കാണിച്ചില്ല. പിന്നെ അതേപോലെ തന്നെ അതേപോലെ ഈ പുറത്തുണ്ടേ, ഈ പാടത്തിൽ അതേപോലെ ഉണ്ട് മയിലുകൾ. മയിലൊരു പഞ്ഞില്ല, ഇഷ്ടം പോലെ. എവിടുക്കാ പോണേന്ന് ഇരിക്കണോക്കിയൊക്കെ ഗൈസ് രണ്ടും പാടെ. ഇതേപോലെ എന്റെ ചെറുതിലെ വാപ്പ ഇങ്ങനെ ഈ പൂരത്തിന് ഉത്സവത്തിന് പരിപാടിക്ക് കൊണ്ടുപോകുമ്പോ എന്റെ വാപ്പ ഇല്ലേ, വാപ്പ എന്നെ ഇതേപോലെ തോളത്ത് കയറ്റിയിരുത്തും. അപ്പൊ വാപ്പാക്ക് നല്ല ഉയരമുണ്ടല്ലോ. അപ്പൊ ഞാൻ ചെറുതായിരിക്കുമ്പോ ഇങ്ങനെ എന്നെ കയറ്റിയിരുത്തും. അപ്പൊ ഇല്ലെങ്കിൽ എന്നെ കയ്യിലെടുത്ത് വെച്ചാൽ മുന്നത്തെ കാഴ്ചകൾ കാണാൻ കഴിയൂല. അപ്പൊ വാപ്പാന്റെ തോളത്ത് ഇതേപോലെ ഇരുത്തുമ്പോ എന്ത് ചെയ്യും, അതിന്റെ വാപ്പാനേക്കാളും കാഴ്ച എനിക്ക് കാണാൻ കഴിയും. മനസ്സിലായില്ലേ? കേറിയിരിക്കണം. അപ്പൊ വാപ്പ കാണുന്നേക്കാളും ഉയരത്തിൽ എന്ത് ചെയ്യാം, എനിക്ക് കാണാൻ പറ്റും. അത് എനിക്ക് കാണാൻ വേണ്ടിട്ട് വാപ്പ അങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പൊ അതാ ഞാൻ എന്റെ മോളെ അതേപോലെ കയറ്റിയിരുത്തിയിട്ടുണ്ടല്ലേ. എത്ര പെട്ടെന്നാണ് കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയത്. എല്ലാം ഒരു ഓർമ്മകൾ പോലെ. ഫോട്ടോ എടുത്തരാ. നമ്മള് വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മള് ഒരു റൗണ്ട് സർക്കിട്ടൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. നേരെ എടുത്ത് തുടങ്ങി. ഞാൻ വിളിക്കണ മാങ്ങ ഒക്കെ ചക്കരെ ഇഷ്ടം പോലെ മാങ്ങയുണ്ട്. എന്നാ നമുക്ക് പോവാം. എൻ്റെ കുട്ടീൻ്റെ കോള് മാറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. നമ്മളിവിടുത്തെ കുറച്ച് കാഴ്ചകളും നാടും ഗ്രാമഭംഗിയെ കാണിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു അത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞങ്ങളോട് വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക്, സബ്, ഷെയർ ഒക്കെ ചെയ്തോളും. പുതിയൊരു വീഡിയോയിൽ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ.